എല്ലാവർക്കും ഒരിക്കൽ കൂടിയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെയും അറിയിക്കുന്നു. നിഴലും പൊരുളും എന്നുള്ള വിഷയത്തിൽ മൂന്നാമത്തെ ഒരു വിഷയവുമായിട്ട് കടന്നു വരികയാണ്. നിഴലും പൊരുളും എന്ന വിഷയം പഠിക്കുമ്പോൾ ആഴമായി ദൈവവചനം പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിൽ പഠിക്കുന്ന പാല് മാത്രം കുടിച്ച് ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കും. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ വായിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന പാല് മാത്രം കുടിച്ചാൽ പോരാ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകണം, അതിന് കട്ടിയുള്ള ആഹാരം നമ്മൾ കഴിക്കണം, ദൈവവചനമാകുന്ന കട്ടിയുള്ള ആഹാരം. അപ്പോൾ മാത്രമേ നിഴല് പൊരുള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. നിഴലും പൊരുളും ഉപമകളും എങ്ങനെയാണ് പഠിക്കേണ്ടത്? പലർക്കും ഈ കാര്യത്തിൽ അറിവില്ലാത്തത് കൊണ്ട് ദൈവവചനത്തെ തന്നെ തെറ്റിദ്ധരിക്കുന്നു, ദൈവത്തിൽ തന്നെ വിശ്വാസമില്ലാതെ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യത്തിൽ ഞാനിത് പലപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. അവന്റെ ശിഷ്യന്മാർ അവനോട് ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, ശേഷമുള്ളക്കോ കണ്ടിട്ട് കാണാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിപ്പാതിരിപ്പാനും ഉപമകളിലത്രേ. ഉപമകളുടെ പൊരുളോ എന്ന് പറഞ്ഞിട്ടാണ് ആ വിത്ത് വിതച്ച ഉപമ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഉപമ വരം ലഭിച്ചവർക്കേ മനസ്സിലാകുകയുള്ളൂ. വരം ലഭിക്കാത്തവർക്ക് ഇത് മനസ്സിലാകരുത്, അവർ ഗ്രഹിക്കരുതെന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കും, കാരണം യേശുക്രിസ്തു സകല മനുഷ്യരെയും സ്നേഹിക്കുന്നില്ലേ? എല്ലാവരും ദൈവ രാജ്യത്തിൽ ഉണ്ടാകണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊക്കെ പ്രസംഗിക്കാറില്ലേ, ഒരാൾ പോലും നരകത്തിൽ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, നരകം മനുഷ്യർക്ക് വേണ്ടി അല്ല എന്ന് പറയാറില്ലേ എന്നൊക്കെ നമ്മളോട് പറയാം. അതും ഗ്രഹിക്കാത്ത കൊണ്ടാണ് എൻ്റെ കുഴപ്പം. ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു, എല്ലാവരും ദൈവഭാഗത്ത് വന്ന് ദൈവത്തിൻ്റെ മക്കളാകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ വരം ലഭിച്ചിട്ടും വരം തുറന്നു കൊടുത്തിട്ടും ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പങ്കിട്ടിട്ടും ദൈവം വഴികളെ ഒരുക്കിയിട്ടും ദൈവം ആകർഷിച്ചിട്ടും അതിന് ചെവി കൊടുക്കാതെ, അത് പഠിക്കാൻ ഗ്രഹിക്കാതെ, മറ്റുള്ള ലോകകാര്യങ്ങൾക്കെല്ലാം പഠിക്കാനും അത് ഗ്രഹിക്കാനും സമയം കണ്ടെത്തി ദൈവവചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അനുഗ്രഹം മാത്രം മതി, എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, സുഖജീവിതം വേണം, മക്കളും കുടുംബവും അനുഗ്രഹിക്കണം, ആ ഒരു മെൻറ്റാലിറ്റിയോടുകൂടി വന്ന് ദൈവവചനം ഗ്രഹിക്കാതിരിക്കുന്നവർക്കാണ് ഇത് ഗ്രഹിക്കരുതെന്ന് ദൈവം പറയുന്നത്. കാരണം അവർ ഉഴപ്പന്മാരാ, അവർക്ക് താല്പര്യമില്ല, അവർക്ക് ബ്ലെസ്സിങ് മാത്രം മതി. ഇതാണ് ദൈവം പറയുന്നത്. അങ്ങനെയുള്ളവർ ഗ്രഹിക്കരുത്, കണ്ടിട്ടും കാണരുത്. ഇതേ വാക്യം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ആർക്ക് ലഭിച്ചോ എന്നുള്ളത് അവരവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. അവർ കണ്ടിട്ട് കാണുന്നില്ല, കേട്ടിട്ട് ഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നു, ഇത് കേൾക്കുന്നവർ ചിന്തിക്കുക, ഉപമകളുടെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരം ലഭിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ പെട്ടു. പക്ഷെങ്കിൽ പല ഉപമകളുടെയും അർത്ഥം അറിയത്തില്ല, ബൈബിൾ എങ്ങനെ പഠിക്കണമെന്നറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരം ലഭിച്ചിട്ടില്ല. ഇതാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളും നിങ്ങളൊന്ന് ചേർത്ത് പഠിക്കുക. അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും ഒരു വാക്യം കാണിച്ചിരുന്നു. ഇങ്ങനെയുള്ളവരെ പോഷ്കിൻ്റെ ആത്മാവ് വിശ്വസിക്കുമാറ് ദൈവം പോഷ്ക് അയക്കും. അതാണ് പലർക്കും ഇത് ഗ്രഹിക്കാൻ കഴിയാത്തത്. ഇതെല്ലാം കഴിഞ്ഞ 2-ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നുകൂടെ ഉറപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് നിഴലും പൊരുളും, എങ്ങനെയാണ് പഠിക്കേണ്ടത്? എക്സാമ്പിൾ 1-2 പറയാം. പഴയ നിയമത്തിൽ അനേക കാര്യങ്ങൾ നിഴലാണ്. സമാഗമന കൂടാരം, അതിലെ ഉപകരണങ്ങളെല്ലാം നിഴലാണ്. അത് മാത്രമല്ല അനേക സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ്ലി എല്ലാ സംഭവങ്ങളും നിഴലിലാണ് വരുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഏലയാസർ റിബേക്കയുമായിട്ട് അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അത് മുഴുവനെ നിഴലും പൊരുളും, ആ കഥ മുഴുവനും. ഇസഹാക്ക്
ബേർലഹീം രോയി എന്ന് പറയുന്ന വെളിംപ്രദേശത്തേക്ക് ഇറങ്ങി വരികയാണ്. ആദ്യമായിട്ട് കണ്ടിട്ട് പോലുമില്ല. ആ പെണ്ണ് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ തലമുടി ചികി സുഖലോലുപനായിട്ട് അല്ലെങ്കിൽ സുമുഖനായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ഇവൻ വെളിംപ്രദേശത്തേക്ക് ഇറങ്ങി ചെല്ലുക. അവിടെ വെച്ചാണ് റിബേക്കയും ഇസാക്കും കാണുന്നത്. അന്ന് രാത്രിയിൽ തന്നെ ഇസഹാക്ക് റിബേക്കയെ സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അബ്രഹാമിൻ്റെ കൂടാരത്തിലേക്കല്ല കൊണ്ടുപോയത്. ഇതൊക്കെ മർമ്മങ്ങളും നിഴലും പൊരുളുമാണ്. ഇതെന്തിൻ്റെ നിഴലായിരുന്നു? കാരണം റിബേക്കയുടെ പൊരുളാകുന്ന മണവാട്ടി സഭ ഏലയാസറിൻ്റെ പൊരുളായ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മധ്യാകാശത്തേക്ക് കൊണ്ടുചെല്ലുമ്പോൾ യേശു സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തേക്ക് ഇറങ്ങി വരുന്നതിന് നിഴലായിരുന്നു ഇസഹാക്ക് വെളിംപ്രദേശത്ത് ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിഴലും പൊരുളും കിടക്കുന്നത്. സമാഗമന കൂടാരത്തിലെ മുഴുവൻ അളവുകൾക്കും വസ്തുക്കൾക്കും എല്ലാം നിഴലും പൊരുളും അർത്ഥമാണ്. അതിൻ്റെ 1-ാമത്തെ എപ്പിസോഡിൽ പാപയാഗ മൃഗത്തെ യാഗം അർപ്പിച്ചതിൻ്റെ പൊരുളായിരുന്നു കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിൻ്റെ വടക്കു ഭാഗത്തെ ഗോൽഗോത്തയിൽ ക്രൂശിക്കപ്പെട്ടതെന്നുള്ള എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലെ വാക്യവും ലേവ്യ പുസ്തകത്തിലെ വാക്യവും എടുത്ത് ഞാൻ അത് കമ്പയർ ചെയ്ത് കാണിച്ചു. 1-ാം എപ്പിസോഡിലാണ് ഉള്ളത്. നിഴലും പൊരുളും പഴയ നിയമത്തിലും മറ്റും ഇങ്ങനെയാണ് കിടക്കുന്നത്. എല്ലാ ഭാഗങ്ങളും നിഴലും പൊരുളുമുണ്ട്. ഇനി ഉപമയെന്ന് പറയുന്നത് ഇനി എങ്ങനെ? ഉപമ എക്സാമ്പിളാണ് പറയുന്നത്. നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായി 13-ലും ഒക്കെ വായിച്ചെടുത്ത് 7 ഉപമകളാണ് മത്തായി 13-ാം അധ്യായത്തിൽ പറയുന്നത്. അവിടെ 1-ാമത്തെ ഉപമയിൽ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. അവിടെ വിത്തെന്ന് വിശ്വസിച്ച് പഠിച്ചാൽ മതിയോ? പോരാല്ലോ. ആ വിത്ത് വചനമല്ലേ? വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു, പറവകൾ വന്നു കൊത്തിക്കൊണ്ടുപോയി. അപ്പോൾ ആ പറവകൾ ആരാ? അവിടെ പറവൻ എന്ന് പറയുന്ന ദുഷ്ടൻ, പിശാചെന്ന് യേശുക്രിസ്തു തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരിക. അപ്പോൾ നമ്മളെ പറവകളെ പറവകളായിട്ട് കണ്ടാൽ മതിയോ? പോരാല്ലോ. അവിടെയാണ് ഉപമയുടെ അർത്ഥം പഠിക്കേണ്ടത്. അതേസമയം പുതിയ നിയമത്തിലെ ഉപദേശം, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തികൾ മുതൽ അങ്ങോട്ട് കിടക്കുന്ന ഉപദേശങ്ങൾ മുഴുവൻ ആക്ഷരികമായിട്ടാണ് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടണമെന്നുള്ളത് റോമാലേഖനം 6-ാം അധ്യായത്തിലെ സ്നാനം, പാപസംബന്ധമായി മരിച്ചടക്കപ്പെടുന്നതിൻ്റെ ശുശ്രൂഷയാണ് ഈ സ്നാനമെന്ന് പറയുന്നിടത്ത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്നാണ്. അതുപോലെ സ്ത്രീകൾ തലയിൽ മൂടുപടമിടണം. തലയിൽ മൂടുപടം ഇടണമെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഉപദേശങ്ങളെല്ലാം ആക്ഷരികമായി അതേ അർത്ഥത്തിലെടുക്കണം. അതേസമയം ഉപമ വരുമ്പോൾ അതിൻ്റെ ആ മീനിങ് ആയിരിക്കത്തില്ല. അതിന് ആത്മീയമായ അർത്ഥമുണ്ട്. അതിന് വരം ലഭിച്ചവർക്ക് അത് മനസ്സിലാകുകയുള്ളൂ. അതേസമയം നിഴലും പൊരുളും വരുന്നതും അവിടെ പറയുന്നതിന് പൊരുളിൽ സഭയുമായിട്ടോ കർത്താവായിട്ടോ കൃപാകാലമായിട്ടോ ഒക്കെ ബന്ധപ്പെടുത്തിയുള്ള അർത്ഥങ്ങളാണ് വരുന്നത്. സമാഗമന കൂടാരത്തിലെ ധൂപപീഠം നമുക്കറിയാം. പുതിയ നിയമത്തിലെ പ്രാർത്ഥനയുടെ പൊരുളാണ്. ഈ സബ്ജക്റ്റുകളെല്ലാം എൻ്റെ സമാഗമന കൂടാരം എന്ന് പറയുന്ന ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, 1 മുതൽ 68 എപ്പിസോഡുകൾ വരെ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, അതിവിടെ വിവരിക്കുന്നില്ല. ദൈവവചനം എങ്ങനെ പഠിക്കണം? അപ്പോൾ ഉപദേശം എവിടുന്ന് എടുക്കണം? ഞാനത് കഴിഞ്ഞ 1-2 എപ്പിസോഡിലും പറഞ്ഞിരുന്നു. ദൈവവചനത്തിൻ്റെ ഉപദേശം ചിലർ പറയും പുതിയ നിയമത്തിൽ നിന്ന് എടുക്കണമെന്ന്, ചിലർ പറയും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുക്കണമെന്ന്, ചിലർ പറയും പഴയ നിയമം മാത്രം എടുക്കണമെന്ന്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ച് അവിടെ വിടുകയാണ്. അതും എൻ്റെ സമാഗമന കൂടാരം എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ള എപ്പിസോഡിൽ കിടപ്പുണ്ട്. ഓരോ സബ്ജക്റ്റ് വീണ്ടും വീണ്ടും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നമുക്ക് യൂട്യൂബിലിടാൻ പറ്റുകയല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടിയവർ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ ഏത് എപ്പിസോഡിലാണ് ആ സബ്ജക്റ്റ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അത് മാത്രമല്ല, ഞാൻ എഴുതിയിരിക്കുന്ന സമാഗമന കൂടാരം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ചാർട്ടുണ്ട്. ആ ചാർട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കാണാം. അതുകൂടാതെ അനുഭവങ്ങളും അർത്ഥങ്ങളും എന്ന് പറഞ്ഞാൽ ഉപദേശ സത്യങ്ങൾ, ബൈബിൾ പ്രകാരമുള്ള ഏതാണ് ശരിയായ ഉപദേശം എന്നുള്ള ഒരു പുസ്തകം, 2 പുസ്തകങ്ങളുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ഫോൺ ചെയ്ത് പറഞ്ഞ് അഡ്രസ്സും തന്നാൽ അത് അയച്ചു തരുന്നതാണ്. ഓക്കെ. ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഇതും നിഴലും പൊരുളും തന്നെയാണ്, എന്നാൽ ഉപമയാണിത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ അവരോടവൻ ഈ ഉപമ പറഞ്ഞു. അപ്പോൾ അവിടെ ഉപമയാണ് തുടങ്ങുന്നത്.
ഇനി അത് കഴിഞ്ഞ് 11-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെയും കാണാം, പിന്നെയും അവൻ പറഞ്ഞത്. അപ്പോൾ ഈ അധ്യായത്തിൽ ഒരു 2-3 ഉപമയാണ് പറയുന്നത്. അതിലെ 3-ാമത്തെ ഉപമയാണ്, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. സമ്മറി ഞാൻ പറയുകയാണ്. ആ 2 മക്കളിലെ ഇളയ മകൻ ഒരു ദിവസം ചെന്നിട്ട് അപ്പനോട് പറഞ്ഞു, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് വീതിച്ചു തരണമേ. അങ്ങനെ അപ്പൻ ഈ വസ്തു വീതിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു പദം, എല്ലാത്തിനും മോസ്റ്റ്ലി പദങ്ങൾക്ക് അവിടെ അർത്ഥമാണ്. എല്ലാം എനിക്കിവിടെ വിവരിക്കാൻ സമയം കിട്ടുന്നില്ല. ഏറെ നാൾ കഴിയും മുൻപ് സകലവും സ്വരൂപിച്ച് ഈ ഇളയ മകൻ ദൂരദേശത്തേക്ക് പോകണം. അവിടെ ദൂരദേശം എന്നാണ് പറയുന്നത്. ഈ ദൂരദേശത്തിന് പോലും അർത്ഥമുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. അവൻ ഈ പണമെല്ലാം ചെലവഴിച്ചു. അങ്ങനെ അവിടെ ക്ഷാമവും അവന് ബുദ്ധിമുട്ടും വരുന്നു. അങ്ങനെ അവൻ ദേശത്തിലെ ഒരു പൗരൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ എന്തെങ്കിലും ജോലി ചോദിക്കുന്നു. അദ്ദേഹം അവന് പന്നിയെ മേയ്ക്കാനുള്ള ജോലി കൊടുക്കുന്നു. അവൻ അവിടെ നിന്ന് ഇത് ചെയ്യുമ്പോഴാണ് അവന് സുബോധം വന്നിട്ട്, അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു. കാരണം ഇവൻ ഇവിടെ പന്നിക്ക് കൊടുക്കുന്ന വാളവരെയും അതിൻ്റെ ഭക്ഷണം കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. അവനപ്പോൾ ഒരു ദിവസം തീരുമാനിച്ച്, ഈ പരിപാടി ശരിയാകത്തില്ല, ഞാൻ എൻ്റെ അപ്പനോട് ചെന്ന് ക്ഷമ ചോദിക്കും. അപ്പോൾ അവന് സുബോധം വന്നിട്ട്, ഈ സുബോധമില്ലാത്തതാ ഇന്നത്തെ വലിയ പ്രശ്നം. സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോടപ്പാ, ഞാൻ സ്വർഗത്തോട്, ഇവിടെ സ്വർഗത്തോട് എന്നൊരു പദവും വന്നിട്ടുണ്ട്. ഇതൊക്കെ നിഴൽ പൊരുൾ അല്ലെങ്കിൽ അർത്ഥങ്ങൾ വരുന്നതാണ്. സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ഈ അപ്പൻ ആരാണെന്നുള്ളത് നമുക്ക് പ്രകടമാകുന്നത്. ഇനിയും നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ ഈ അപ്പനെന്നും എൻ്റെ ഭാവനയെ പറഞ്ഞ് ഇന്നും ഇങ്ങനെ കണ്ണും നോക്കി ആ മുറ്റത്തെ കോലായിലോ അല്ലെങ്കിൽ ചാരുകസരിലോ ഇങ്ങനെ കിടന്ന് വിഷമിച്ച് ദൂരോട്ട് നോക്കിക്കിടക്കുക. എൻ്റെ ഇളയ മകൻ എവിടെ, അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവൻ്റെ ബോഡി എങ്ങനെയായി, അവൻ ക്ഷീണിച്ചു പോയോ, അവന് എണ്ണയുണ്ടോ, അവൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയോ, ഇതൊക്കെ ചിന്തിച്ച് ഉരുകിയാണ് പിതാവ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവൻ കയറി വരുന്നു. അപ്പോൾ അപ്പനെന്നും ദൂരേന്നൊരു നിഴല് കണ്ടാൽ ഇങ്ങനെ നോക്കിയിരിക്കുക. കാരണം അതെൻ്റെ മകനായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം നോക്കുന്നത്. അങ്ങനെ ഈ കോലം കുത്തിയ ഈ ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. മുടി പാറിപ്പറന്ന്, വസ്ത്രങ്ങൾ കീറി, ദേഹം മുഴുവൻ ചെളിയും പിടിച്ച് അങ്ങ് ശുഷ്കിച്ച് എല്ലും തോലും. ഇവൻ അടുത്ത് വരുമ്പോൾ പോലും അപ്പന് മനസ്സിലാകുന്നില്ല. കാരണം അതേപോലെ ഇവൻ കോലം കെട്ടു. കുറേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് അപ്പൻ അറിയുന്നത് ഇതെൻ്റെ മകനായിരുന്നല്ലോ. അപ്പൻ ഓടിച്ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അവന് ചുംബനം കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട്, നമുക്ക് ഈ അപ്പൻ്റെ ഭാവം അറിയാമല്ലോ, കാരണം ദൂരത്ത് നിന്നേ കണ്ടു ഓടിച്ചെന്നു. അപ്പൻ അങ്ങോട്ട് ഓടിച്ചെല്ലുക. അപ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ഉപമ എങ്ങനെ പഠിക്കേണ്ടത്? ഇവനെ ഈ പുത്രനെ വിളിക്കുന്ന മുടിയനായ പുത്രൻ എന്നാ മലയാളികൾ. എന്നാൽ തെലുങ്കിലൊക്കെ തപ്പിപ്പോയ കുമാരൻ എന്ന് വെച്ചാൽ തെറ്റിപ്പോയ കുമാരൻ, അതാ കുറച്ചുകൂടെ നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും മലയാളികൾ മനസ്സിലാക്കുന്ന മുടിയനായ പുത്രൻ തന്നെ ഞാനും പറയട്ടെ. അങ്ങനെ ഇവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. ഈ അപ്പൻ്റെ സ്വത്തുമെല്ലാം മേടിച്ച്. എന്താണ് ദൂരദേശം? ദൂരദേശം യെശയ്യാവിൻ്റെ പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹിസ്കിയാ രാജാവിന് രോഗം പിടിച്ചിട്ട് സൗഖ്യമായി കഴിയുമ്പോൾ, ആ കാലത്ത് ബലദാന്റെ മകനായ മെരോദക്ക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ച് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവൻ എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ബാബേലിന് കുറച്ചുപേരെ ഇങ്ങോട്ട് വിടുക. അപ്പോൾ ഹിസ്കിയ അവരെ കുറിച്ച് ഭയങ്കര സന്തോഷമായി. ബാബേൽ രാജാവ് വന്ന് പ്രശസ്തനായി നിൽക്കുക. ഭയങ്കരമായിട്ട് ഗാർഡ് ഓഫ് ഓണറൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ച് പ്രത്യേക IBയിലൊക്കെ താമസിപ്പിച്ച് ഭയങ്കര സന്തോഷിച്ചു. അങ്ങനെ തൻ്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമളതൈലവും ആയുധശാലയും എല്ലാം ഇവരെ കാണിച്ചു. രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിൽ ഹിസ്കിയ അവരെ കാണിക്കാത്തതായ ഒരു വസ്തുവും ഇല്ലായിരുന്നു. അപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ അങ്ങോട്ട് വരുന്നത്. ദൈവം ആയുസ് നീട്ടിക്കൊടുത്തതാ പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ ദൈവമാണ് യെശയ്യാവിനെ വിടുന്നത്. ഹിസ്കിയാവിനോട് ചോദിക്കുകയാണ് യെശയ്യാവ്, ഇവരെവിടുന്ന് വന്നതാ, അവരെവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് അവരുടെ ദൂരദേശത്ത് നിന്ന്, എന്നിട്ടെടുത്ത് പറയുന്നുണ്ട് ബാബേലിൽ നിന്ന് തന്നെ.
എന്താ ഇങ്ങനെ കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയാൻ കാര്യം? ദൂരദേശത്തു നിന്ന് പറഞ്ഞാൽ പോലെ, എന്നിട്ട് പറയുന്നു ബാബേലിൽ നിന്ന് തന്നെ. കാരണം ഈ ദൂരദേശം എന്ന് പറയുന്നത് ബാബിലോണിനെയാണ് കാണിക്കുന്നത്. അവിടെയാണ് നിമ്രോദ് പോയി ആദ്യത്തെ ഗോപുരം പണിതത്. അവിടെയാണ് ദൈവം ഭാഷ കലക്കുന്നത്. ഭൂമിയിൽ 2 സ്ഥലങ്ങളാണ് വിഗ്രഹാരാധനയുടെ കേന്ദ്രങ്ങൾ. ഒന്ന് ബാബിലോണിലും, അത് ഇന്നത്തെ ഇറാഖിലെ മൊസൂളിലും അല്ലെങ്കിൽ ഇറാഖിലും. രണ്ടാമത്തെ സ്ഥലം സോറിലുമാണ്. ഈ 2 രാജാക്കന്മാരെയാണ് പിശാചിനോട് കമ്പയർ ചെയ്ത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ബാബേൽ രാജാവിനെ കുറിച്ചും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ സോർ രാജാവിനെ കുറിച്ചും സാത്താനെ കമ്പയർ ചെയ്ത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭൂമിയിലെ 2 വിഗ്രഹാരാധനാ കേന്ദ്രങ്ങളാണ്. അതിൽ ബാബിലോണാണ് ആദ്യം വിഗ്രഹാരാധന തുടങ്ങിയ സ്ഥലം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം തൊട്ട് അവിടെ തുടങ്ങുന്നത്. അവിടുന്നാണ് നിമ്രോദും ആകാശറാണിയാകുന്ന സെമീറാമീസും അവൻ്റെ മകനാകുന്ന സൂര്യദേവനാകുന്ന തമ്മൂസും അവരുടെ ഉപവിഭാഗങ്ങളാകുന്ന ദേവന്മാരും അവരുടെ അലങ്കാരങ്ങളാകുന്ന അവരുടെ സിമ്പലുള്ള ആഭരണങ്ങളും ഇവിടെയൊക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെ ദൂരദേശം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയിലേക്ക് പോയെന്നാണ് അർത്ഥം. ഇനി അടുത്തത് 1 രാജാക്കന്മാർ 8:41 ശലോമോൻ തൻ്റെ ദേവാലയ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നത്, ദൂരദേശത്തു നിന്നും ഒരുവൻ വന്ന് ഈ ദേവാലയത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ ജനമായ ഇസ്രായേലിനുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ, എന്നിട്ട് അന്യജാതിക്കാരൻ മതിയായിരുന്നു അവിടെ. പക്ഷെ പിന്നെയും പറയുന്നു ദൂരദേശത്തു നിന്നും എന്ന് പറഞ്ഞാൽ ജാതികനായ ഒരുവൻ വിഗ്രഹാരാധന വിട്ട് വന്നാൽ എന്നതിൻ്റെ അർത്ഥം. അപ്പൊ ഇവിടെ പറയുന്ന ദൂരദേശം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് പോയി എന്ന് വെച്ചാൽ ഇവൻ ദൈവത്തെ വിട്ടുപോയി. ഇളയ മകൻ അവൻ ദൂരദേശത്തേക്ക് പോയി. ഈ ദൂരദേശത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 29-ാം അധ്യായം 21-ാം വാക്യത്തിലുണ്ട്. പന്നികളെ മേയ്ക്കുക. പന്നികളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ 2 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് പന്നികൾ ആരാന്നുള്ളത്. തങ്ങൾക്ക് ഏൽപ്പിച്ചിന് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ശ്രദ്ധയ്ക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭാവിച്ചു. പന്നികളുടെ അർത്ഥം പൊരുളിൽ വരുമ്പോൾ ജാതീയരായിട്ടുള്ളവരരിക്കെ പോയി അവരോട് സംസർഗം ചെയ്ത് അവരുമായിട്ട് ഇങ്ങനെ ജീവിക്കുക. അതാണ് പന്നികളെ മേയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഇളയ മകൻ പോയി സുഖലോലുപത്തിൽ ലോകമോഹങ്ങളിൽ ജീവിച്ചു എന്നാണ് ഈ ദൂരദേശവും കാണിക്കുന്നത്. പന്നികളെ മേയ്ക്കുന്നതും കാണിക്കുക. അവിടെ സിനിമയും പൈങ്കിളി കഥകളും ദൈവവചനത്തിന് വിരുദ്ധമായ പഠിപ്പീരുകളും ഒക്കെ സ്ഥലത്തേക്കാണ് ഇവന് പോകുന്നത്. 15:17 ലൂക്കോസി വായിക്കുന്നത്, അവന് സുബോധം വന്നു. ഇവിടെയാണ് വിഷയം. ദൈവമക്കളെ, സുബോധം വന്നു വേണം രക്ഷിക്കപ്പെടുവാൻ. ആരെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയോ അല്ലെ എൻ്റെ വിടുതലിന് വേണ്ടിയോ എനിക്ക് ഐശ്വര്യമുണ്ടാകുമെന്നുള്ള ചിന്തയോടുകൂടി അല്ല ദൈവത്തെ കാണേണ്ടത്. സുബോധം വന്ന് യേശു എൻ്റെ രക്ഷിതാവാണെന്ന് നമുക്ക് ബോധം വരണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പ്രതിഫലത്തിന് വേണ്ടിയല്ല കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തു. ഞാൻ ഒരിടത്ത് പോലും 1 രൂപ പോലും പ്രതിഫലം ആഗ്രഹിക്കത്തില്ല. തന്നാൽ കഴിയുന്നു മേടിക്കാതിരിക്കാനും ശ്രമിച്ചു. ഇനി നിർബന്ധിച്ച് തന്നാൽ മേടിക്കും. അത് ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി മാത്രം ചിലവാക്കും. അങ്ങനെയാണ് എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ? കാരണം ഞാൻ എൻ്റെ അപ്പൻ്റെ മകനാണ്. എൻ്റെ ഡ്യൂട്ടിയാണ് എൻ്റെ അപ്പൻ്റെ വയൽപ്രദേശത്തിന് അതിര് നോക്കുക എന്നുള്ള. അതിരെന്ന് പറഞ്ഞ ഉപദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നീളും പൊരുളും സമാഗമന കൂടാരവും ഉത്തമഗീതവും ഇറ്റീസ് ഡണ്ണും ഒക്കെ ചെയ്ത് യൂട്യൂബിലും ടെലിവിഷനിൽ കൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അപ്പൻ്റെ മകനാണ്. ഞാൻ എൻ്റെ മകനോട് പറയുക, നീ പോയി റബ്ബറിൽ പോയി അവിടെ ജോലിക്കാരുണ്ടല്ലേ അതിലൊരു കാട് തെളിച്ചിട്ട് വരാൻ പറയുമ്പോൾ അവൻ വൈകിട്ട് വന്ന് എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ ഞാനിന്ന് പോയി കാടൊക്കെ തെളിച്ചു, എൻ്റെ കൂലി ഇങ്ങ് താന്ന് പറഞ്ഞാൽ എനിക്ക് എന്തു തോന്നും? അത് തന്നെയാണ് ഞാൻ എൻ്റെ അപ്പനോട് ഈ കൂലി ആഗ്രഹിക്കാത്തത്. ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും പ്രത്യാശയും ഒക്കെ തന്നാൽ മതി. സമാധാനമുണ്ട്, പിന്നെ എല്ലാം ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഇവന് സുബോധം വന്നു. യോഹന്നാൻ 6:44 വരുമ്പോൾ എന്നെ
അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലേ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. അങ്ങനെ ആകർഷിച്ചു വരണം, അല്ലാതെ എന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടി വരരുത്. 15:20 ലൂക്കോസ്. അവൻ എഴുന്നേറ്റു. നമുക്കറിയാം എഴുന്നേൽക്കണം. അതാണ് യെശയ്യാവ് 60:1 പറയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്ന യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കണം. കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഇവിടെയാണ് എഴുന്നേൽക്കണമെന്ന് പറയുന്നത്. ഉണർന്നിരിക്കണം, പുരുഷത്വം കാണിക്കണം. എന്നാൽ എഴുന്നേൽക്കാൻ പറയുമ്പോൾ ഇന്ന് വേണോ നാളെ വേണോ, സ്നാനപ്പെടുന്ന് പറയുമ്പോൾ, അല്ലെ പരിശുദ്ധാത്മാവ് സ്നാനത്തിന് ഹേമിക്കുമ്പോൾ ഇന്ന് വേണോ, ഒരാഴ്ച കൂടെ കഴിയട്ടെ, 2 ആഴ്ച കൂടെ കഴിയട്ടെ, ഇന്ന് പഠിക്കേണ്ടത്, ഇന്ന് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാ. ദൂരത്ത് നിന്ന് ആര് കണ്ടു? അപ്പൻ കണ്ടു. അപ്പൻ അവൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മകനും ഓടി. എന്നാൽ മകൻ ഓടിപ്പോവല്ല, മകൻ അപ്പൻ്റെ അടുക്കലേക്കും വരുന്നു. ഇവിടെയാണ് അനേക വാക്യങ്ങൾ, ഇതിനെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം എടുത്താൽ ഇവിടെ എപ്പിസോഡ് ടൈമിൽ നിൽക്കുന്നില്ല. അടുക്കൽ വന്നു. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അവൻ്റെ മരണത്തിൽ പങ്കാളി. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരണം വന്ന് ആ മകനും അപ്പനും കെട്ടിപ്പിടിച്ചു. കണ്ടപ്പോൾ അവൻ്റെ ഡേർട്ടിയൊന്നും അപ്പൻ നോക്കിയില്ല, അവനെ നാറുന്നെന്ന് അപ്പൻ ചിന്തിച്ചില്ല, അവൻ്റെ വസ്ത്രത്തിൽ അണുക്കളുണ്ടെന്ന് അപ്പൻ ചിന്തിച്ചില്ല. എന്നാൽ ഇവനെ സാനിറ്റൈസ് ചെയ്തിട്ട് ഞാൻ കെട്ടിപ്പിടിക്കുന്നുള്ളതും ചിന്തിച്ചില്ല. അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, ഇതാ ദൈവമക്കളെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. അങ്ങനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടും താല്പര്യമില്ലാതെ വെറും മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല, വരം ലഭിക്കത്തില്ല. അപ്പൻ മകനെ കണ്ടു, ഓടിച്ചെന്നു, മകനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ഇനി ഇവിടെ പറയുന്നത്, ഞാൻ അതിൻ്റെ ചാർട്ടുകൾ ഇട്ടാണ് ഇത് കാണിക്കുന്നത് നിങ്ങളെ. അപ്പൻ ഇവന് ചില കാര്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പൻ കൊടുക്കുന്നത്, അവന് മേത്തരമായ അങ്കി കൊടുക്കുന്നു. ലൂക്കോസ് 15:22. നീതിയിലും വിശുദ്ധിയിലുമുള്ള ജീവിതമാണ്. വെളിപ്പാട് 19 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-8, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. അപ്പോൾ ഇതാണ് അവന് കൊടുത്ത വിശേഷ വസ്ത്രം. ഇവിടെ ശ്രദ്ധിക്കണമേ, ഈ അപ്പൻ ആരാണ്? സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തെന്നാ പറഞ്ഞ്. അപ്പൊ ഈ അപ്പൻ സ്വർഗീയ പിതാവാ, സ്വർഗത്തോടാ പാപം ചെയ്തേക്കുന്നത്. അപ്പൊ സ്വർഗീയ പിതാവിൻ്റെ 2 മക്കൾ. ആരാണ് ഈ 2 മക്കൾ? മൂത്ത മകൻ ഇസ്രയേൽ അല്ലെങ്കിൽ പഴയ നിയമസഭ, രണ്ടാമത്തെ മകൻ 15:13 ഏറെ നാൾ കഴിയും മുൻപേ. കാരണം ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു, അവരുടെ വംശപരമ്പര ഭൂമിയിൽ വന്നു. ഏതാണ്ട് 325 വർഷം വരെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോഴാണ് സാത്താൻ ചടകുടഞ്ഞെഴുന്നേറ്റിട്ട് ഒരു പദ്ധതി ഇടുന്നു, ഇവരെ എങ്ങനെ തെറ്റിക്കും. ഞാൻ വീണ പോലെ, കാരണം എന്നെ സൃഷ്ടിച്ചതുപോലെ ആഭരണങ്ങൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും അല്ലല്ലോ ഇവരെ സൃഷ്ടിച്ചത്, വെറും മണ്ണുകൊണ്ടല്ല ഇവരെ സൃഷ്ടിച്ചത്. അപ്പോൾ ഞാൻ വീണ 4 വീഴ്ചാകാരണങ്ങളുണ്ട്. 1 സൗന്ദര്യത്തിൻ്റെ പ്രഭ, 2 അവൻ്റെ ട്രേഡിങ്, 3 അവൻ്റെ ജ്ഞാനം, 4 അവൻ്റെ ശോഭ പ്രഭ. ഈ 4 കാര്യത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ ഇവരെ ഞാൻ തെറ്റിക്കും. അങ്ങനെയാണ് നിമ്രോദിലും സെമീറാമസിലും തമ്മൂസിലും കടന്ന് ഇവിടെ പിശാച് അവൻ്റെ ജൈത്യയാത്ര തുടങ്ങുന്നത്. അങ്ങനെ ഇവൻ തെറ്റിപ്പോകുന്നു. അത് ജാതികളെയാണ് ഇളയ മകൻ പ്രതിനിധീകരിക്കുന്നത്. വിഗ്രഹാരാധന ചെയ്ത ജാതികൾ, നിമ്രോദിനെയും അതിനുശേഷം ദൈവമക്കളെ പോലും പിന്നെ വിഗ്രഹാരാധനയാക്കി. റോമൻ ചക്രവർത്തി കുസ്തന്തിനോസ് മതപരിവർത്തനം കഴിഞ്ഞ് മോസ്റ്റ്ലി വിഗ്രഹാരാധനയിലേക്ക് മാറ്റി പിശാച്. അപ്പോൾ അങ്ങനെ ഇളയ മകൻ ജാതികളെയാണ് കാണിക്കുന്നത്. അതാണ് ദൂരദേശം വിഗ്രഹാരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 96:9 വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് നമ്മൾ ഇന്ന് കാണുന്നു. എഫേസ്യർ 6:11 സർവായുധ വർഗം എന്ന് പറയുമ്പോൾ സത്യം അരയ്ക്ക് വസ്ത്രമായിട്ട് ധരിക്കണം. നമ്മുടെ വസ്ത്രം സത്യമായിരിക്കണം. രണ്ടാമത് അവന് കൊടുക്കുന്നത് കൈക്ക് മോതിരമിട്ടു. 15:22. ആ കൈക്ക് മോതിരം എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം, അപ്പനല്ലല്ലോ, ദൈവമല്ലേ.
മൂത്ത മകനല്ലല്ലോ. ആ മൂത്ത മകൻ ഇസ്രയേലല്ലേ? ഇളയ മകനല്ലല്ലോ. അവൻ ജാതിയല്ലേ? ദൂരദേശം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന. എല്ലാത്തിനും നമ്മൾ അർത്ഥം ആത്മീയം കൊടുക്കണം. അപ്പോൾ ഈ മോതിരം എന്താ? മോതിരം മാത്രം മോതിരമാകുമോ? ഇനി ഓക്കെ, മോതിരം കൊടുത്തു. അത് എഫേസ്യർ 1:14 അവൻ ആത്മാവിന് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ, നിങ്ങളെയും എന്നെയും ദൈവം ആത്മാവിനാൽ മുദ്രയിടുന്നു. എഫേസ്യർ 4:30 അത് തന്നെ പറയുന്നു, ആത്മാവിനാൽ നമുക്ക് അച്ചാരം തന്ന് മുദ്രയിട്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:5 വരുമ്പോൾ അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഇനിയും കാലിന് ചെരുപ്പ് കൊടുത്തു. അപ്പൊ മോതിരം സ്വർണ്ണമോതിരമാണെന്ന് നമുക്ക് വിടാമെന്ന് വാദിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ചെരുപ്പ് എന്തുവാ? അപ്പൊ ആ ചെരുപ്പിന് നിങ്ങൾ പറയുന്നത് എന്തുവാ? അത് എഫേസ്യർ 6:15 സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഇനി അടുത്തത് തടിപ്പിച്ച് കാളക്കുട്ടിയെ കൊടുത്തു. സങ്കീർത്തനം 69:31 ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. ഇതാണ് അവിടെ കാളക്കുട്ടി അറുത്തെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചോണം. നമുക്ക് വരം ലഭിച്ചിട്ടില്ല. നമ്മൾ പാസ്റ്ററായി അല്ലെങ്കിൽ ശുശ്രൂഷകനായി വിശ്വാസിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വരം ലഭിച്ചവർക്ക് ഇത് മനസ്സിലാകും. വരം ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ആ ചെരുപ്പായിട്ടും മോതിരമായിട്ടും കൊണ്ട് നടക്കും. തിന്ന് ആനന്ദിച്ചു. യോഹന്നാൻ 6:49-50 വരുമ്പോൾ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കണം, സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനല്ല എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പവും ലോകത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. 55-ാം വാക്യം എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇവിടെ പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഇത് തിരുവത്താഴ്ത്തിയാണോ ഉദ്ദേശിച്ച് പറയുന്നത്. എന്നാൽ ഇവിടെ 2 കാര്യമുണ്ട്. ഇവിടെ വചനം പ്ലസ് കമ്പയർ, യേശുക്രിസ്തു പ്ലസ് തിരുവത്താഴം ഇതിനകത്ത് വരുന്നൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇത്രയും മാത്രമേ അവിടെ പറയുന്നുള്ളൂ. തിന്ന് അവർ ആനന്ദിച്ചു. വചനം പഠിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് തിരുമേശയുടെ അർത്ഥങ്ങളെ ഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസി മടങ്ങി വന്ന് അപ്പൻ്റെ അടുക്കൽ വന്ന് സ്നാനപ്പെട്ട് വേർപെടുമ്പോൾ ആനന്ദിക്കുന്നത്. മൂത്ത മകന് വയലിലായിരുന്നു. അവൻ തിരിച്ചു വരിക. അവൻ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ആഡംബരം, മാർപ്പ്, അട്ടഹാസം, പാട്ട്, ബഹളം, ആരാധന, ഭയങ്കര സന്തോഷം, ഉത്സവ പ്രതിനിധിയാ വീട്ടിൽ. അപ്പോൾ അവൻ ദൂരത്തെ ചോദിച്ചു എന്താ സംഭവം? അപ്പം പറഞ്ഞ് നിന്റെ ബ്രദർ മടങ്ങി വന്നു. അപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ട് അപ്പൻ്റെ ഒരിക്കൽ വന്നിട്ട് സങ്കടം പറയുകയാണ് അപ്പനോട്. അപ്പം ഞാൻ എത്രയോ വർഷമായി നിൻ്റെ കൂടെ ജീവിക്കുന്നു, നീ എനിക്കൊരു ആട്ടുംകുട്ടി എനിക്ക് വേണ്ടി അറുത്തൊരു പാർട്ടി നടത്തിയോ ഇല്ലല്ലോ. അവിടെ ഓർത്തോണം, ഒരു മർമ്മമുണ്ട് അവിടെ. ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാമോ? അങ്ങനെ ആഘോഷിക്കുമായിരുന്നെങ്കിൽ ഇളയ മകനോ പോയി, മൂത്ത മകന് ഇവിടെ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ആടും മാടും ഉള്ള ഒരു ധനവാനായ മനുഷ്യനല്ലേ ഈ പിതാവ്. നമ്മുടെ ദൈവത്തിൻ്റെ നിഴലായത്. അപ്പോൾ ആ പിതാവ് എല്ലാ വർഷവും ഈ മൂത്ത മോൻ ഒരാളെ ഇനി ഉള്ളല്ലോ, അവനെ ശരിക്കും അങ്ങ് നോക്കിയേക്ക. എല്ലാ വർഷവും അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഈ ആട്ടുംകുട്ടിയെയും കാളക്കുട്ടിയും ഒക്കെ അറുത്തില്ലല്ലോ. അവൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം പോലും തന്നില്ലല്ലോ. അപ്പോൾ അവിടെ ബർത്ത്ഡേ ഒന്നുമില്ല. കാരണം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പരിപാടി, ആണ്ടുകളും മാസങ്ങളും ഒക്കെ ആചരിക്കുന്ന പരിപാടിയാണ്. മക്കളും അപ്പനും കൊച്ചുമക്കളും എന്ന് പറയും. എനിക്ക് കൊച്ചുമക്കളുണ്ട്. ഇവർ 24 മണിക്കൂറും ഞാനിപ്പോൾ എൻ്റെ മനോമുകുരത്തിൽ എൻ്റെ കൊച്ചുമക്കളെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെപ്പോഴും അവരെ ഓർത്ത് സൂചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് വരെ അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. കാരണം എനിക്ക് എപ്പോഴും ഓരോ നിമിഷവും അവരുടെ ബർത്ത്ഡേയാണ്. അവരെ ദൈവം തന്നല്ലോ. ദൈവമേ നന്ദി നന്ദി നന്ദി. ഞാൻ അവരെയൊക്കെ എല്ലാവർക്കും എപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവന് പറയുന്നുണ്ട് എനിക്കൊരു കാളക്കുട്ടിയെ പോലും തന്നില്ലല്ലോ, എനിക്കൊരാടിനെ പോലും അറുത്ത് തന്നില്ലല്ലോ. അപ്പോൾ പറയുന്നു മോനെ അങ്ങനല്ല, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എവറി ടൈം യു വിത്ത് മീ. എവറി ടൈം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരു വർഷത്തിൽ ഞാൻ എന്തോ ആഘോഷിക്കാനാ കുഞ്ഞെ? നിനക്ക് ഇന്ന് വേണോ? ഇന്ന് വേണ്ടത് ഞാൻ മേടിച്ചു തരും. എന്നോട് എൻ്റെ കൊച്ചുമോൻ ചിലപ്പം പറയും പപ്പ മാർക്കറ്റിൽ പാം. ഞാൻ പറയുമ്പോൾ എന്താ എനിക്ക് വേണ്ടത്? ഐ വാണ്ട് ഐസ്ക്രീം. എൻ്റെ എനിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് വേണം, ഞാനത് മേടിച്ചു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അപ്പൻ പറയുകയാണ് നീ എൻ്റെ അരിക്കൽ എപ്പോഴും ഉണ്ടല്ലോ. എന്നാൽ ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ദൈവമക്കളെ, എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചു.
എന്താണ് ഈ മുടിയനായ പുത്രന്റെ കഥയുടെ അർത്ഥം? പിതാവ് പിതാവല്ല, സ്വർഗസ്യ പിതാവാണ്. അതുകൊണ്ടാണ് അവൻ അവിടെ പറഞ്ഞ്, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഭൂമിയാന്നേ ഭൂമി എന്ന് പറഞ്ഞേനേം, എൻ്റെ കൊച്ചുമക്കളാന്നേ പറഞ്ഞേനേം, എൻ്റെ വീട്ടുപേര് പറഞ്ഞേനേം, വീട്ടുപേര് അല്ലെ വെണ്ണിക്കുളം പറഞ്ഞേനേം, അച്ഛാ ഞാൻ വെണ്ണിക്കുളത്തോടും അല്ലെങ്കിൽ ഇന്ന കുടുംബത്തോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞേനേം. പക്ഷെ ഇവിടെ പറഞ്ഞ സ്വർഗത്തോടാ, കാരണം സ്വർഗത്തിലാ പിതാവിൻ്റെ ഭവനം. സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനില്ല. അങ്ങനെ ഈ പിതാവ് സ്വർഗീയ പിതാവും മൂത്ത മകൻ പഴയ നിയമ സഭയും ഇളയ മകൻ ജാതികളും, ജാതികളിൽ നിന്ന് നമ്മളൊക്കെ തിരിച്ച് സ്നാനപ്പെട്ട് അപ്പനോട് ചേരാൻ വരുമ്പോൾ നമ്മളെ ഉടുപ്പിക്കുന്ന ആത്മീയമായ വസ്ത്രം, കാലിന് സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ് എന്ന് വെച്ചാൽ താല്പര്യമാത്. ഞാനത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ദൈവം പാസ്റ്റർമാരോ ദൈവമോ രക്ഷിക്കപ്പെട്ടോ ചെരുപ്പ് തന്നതല്ല. പക്ഷേ ഐ ഗോട്ട് വൺ ചപ്പൽ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് എനിക്കൊരു ചപ്പൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരു മനുഷ്യൻ്റെയും പ്രലോഭനമില്ലാതെ എന്നെ ഡിസ്കറേജ് ചെയ്യാനേ മനുഷ്യൻ നോക്കത്തുള്ളൂ. പക്ഷെ അവിടെയൊക്കെ ഞാനൊരു ഒരു കുതിരയെ പോലെ കുതിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ഈ ചെരുപ്പ് ലഭിച്ചത് കൊണ്ടാണ്. ഇപ്പോഴും ആ ചെരുപ്പ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മരണം വരെ ഉണ്ടാകും. ആ ചെരുപ്പ് ധരിച്ച് ആത്മാവിനാൽ എന്നെ സീൽ ചെയ്തിരിക്കുക. അതാണ് മോതിരത്തിൻ്റെ അർത്ഥം. തടിപ്പിച്ച കാളക്കുട്ടിയെ എന്നും ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ഇതാണ് ഈ കഥയുടെ അർത്ഥം. ഇതിന് വരം ലഭിച്ചെങ്കിലേ മനസ്സിലാകും. പുതിയ നിയമത്തിലെ ഒരു സിമ്പിൾ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ കഥയാണ് ഇന്ന് ഞാൻ അതിൻ്റെ അർത്ഥം വിവരിച്ചു തന്നിരിക്കുന്നത്. അതിൻ്റെ ചാർട്ട് ഇട്ട് തരുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.